ഗായ്സ് നമ്മുടെ BS6 നമ്മുടെ സ്പ്ലെൻഡർ BS6ൻ്റെ എഞ്ചിനാണിത്. ഫുൾ എഞ്ചിനാണ് വർക്ക്. അപ്പോൾ ഇതുണ്ടോ ഈ ഒരു വീല്, അതായത് നമ്മളെ ടൈമിംഗ് ചെയ്യുന്ന ടെൻഷൻ ചെയ്യുന്ന ഈ ഒരു വീല്, ഇത് നമ്മളെ പഴയ സ്പ്ലെൻഡറുമായിട്ട് പുതിയ BS6ന് വരുമ്പം ചെറിയൊരു മാറ്റം വരുന്നുണ്ട്. അതെന്താണെന്ന് പറഞ്ഞുതരാം. അതായത് ഈ ഒരു ടെൻഷൻ റാഡില്ലേ, ഇവിടെ പുഷ് റാഡ്, നമ്മുടെ പുഷ് റാഡ് ഇരിക്കുന്ന സ്ഥലം. അപ്പോൾ ഇതിനെ ടെൻഷൻ ചെയ്യുന്ന ഈ ഒരു വീല് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുതിയ ഇതിൽ വരുമ്പം, അതായത് BS6ലോട്ട് വരുമ്പം ഇതൊരു സെറ്റായിട്ടാണ് വരിക. അതായത് ഈ ഒരു വീല് മാത്രമായിട്ട് നമുക്ക് ടൈം ചെയിൻ കിറ്റിൽ നമുക്കുണ്ടാവും, പക്ഷേ ഈ ഒരു റാഡ് ഉണ്ടാവില്ല. പക്ഷേ B6ൽ വരുമ്പം ഇത് ഫുള്ള് അതൊരു സെറ്റായിട്ടാണ് വരിക. അപ്പം ഈ ഒരു റാഡ് അടക്കം നമ്മൾ ഈ ഒരു ടൈം ടെൻഷൻ വീല്, ഈ ഒരു റാഡ് അടക്കം നമ്മൾ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ടൈമിംഗ് ചെയിൻ്റെ കിറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പർ നോക്കി തന്നെ സാധനം വാങ്ങിക്കുക. ഇതിന് ഏകദേശം 440 രൂപ വില വരുന്നുണ്ട് ടൈമിംഗ് ചെയിൻ കിറ്റിന്. പിന്നെ ഇതിൻ്റെ ഈ ഒരു പാർട്ട് നമ്പർ, അതായത് K141 ഇതിൽ തുടങ്ങുന്ന ഈ ഒരു പാർട്ട് നമ്പർ നോക്കി തന്നെ സാധനം വാങ്ങിക്കുക. അല്ലെങ്കിൽ അത് പഴയ ടൈമിംഗ് ചെയിൻ കിറ്റ് നമുക്ക് ഒരിക്കലും BS6ന് സ്യൂട്ടല്ല. മാറ്റമുണ്ട്, ടൈമിംഗ് ചെയിനിൽ മാറ്റമുണ്ട്. പിന്നെ അപ്പോൾ നിങ്ങൾ BS6ന് എഞ്ചിനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീല് മാറ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ഓയിൽ പമ്പിൻ്റെ ഭാഗത്തായാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. ഓയിൽ പമ്പിൻ്റെ ഭാഗത്തും ചെറിയ മാറ്റമുണ്ട് B6ന്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക.